നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 32ഓളം യുവതി യുവാക്കൾക്ക് ഉന്നതി പദ്ധതി പ്രകാരം MGNREGA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 13 ദിവസമായി പരിശീലകരായ ബിഞ്ചി ബാബുവിന്റെ നേതൃത്വത്തിൽ സ്കിൽ പരിശീലനവും ചാരുദത്തിന്റെ നേതൃത്വത്തിൽ സംരംഭക പരിശീലനവും നടത്തി വരികയായിരുന്നു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇന്നലെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിബി സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയും സെക്രട്ടറി ഷിബു, അഞ്ചൽ BDO അരുണ, ജോയിന്റ് BDO ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ സൈഫുദ്ദീൻ, സിസിലി ജോബ്, CDS ചെയർപേഴ്സൺ കൈരളി തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ അതിനുള്ളൊരു അവസരം കൂടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനിയും നമുക്ക് എവിടെയെങ്കിലും വെച്ച് വേണം ഞാൻ കുളത്തൂപ്പുഴയിലൊക്കെ വരാം കേട്ടോ. അപ്പൊ എല്ലാവരും എന്നെ വിളിക്കണം, കോൺടാക്ട് ചെയ്യണം, എന്താ ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കണം. എന്നാൽ കഴിയുന്നതാണെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടോട് ബന്ധപ്പെട്ട് ചെയ്തു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള മേഖലകളിലെല്ലാം ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾ ഇവിടെ പറയുകയുണ്ടായി, വളരെ സന്തോഷം. ഇതാദ്യം നിങ്ങൾ ഇങ്ങനൊരു പരിശീലനം ഉണ്ടെന്ന് NREGA വന്ന് ആദ്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സാധാരണ ഒരു പരിശീലനം സർക്കാർ തലത്തിൽ നടത്തും, അത് 1-2 ദിവസമോ 5 ദിവസമോ നടക്കും, അത് പിന്നെ അങ്ങ് പോവുകയാണ്. പിന്നീട് ഒരിക്കലും അത് തുടർന്നൊരു നടപടിയിലേക്ക് പോകുന്നില്ല. ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് പിന്നെ എല്ലാ മേഖലയിലുമുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് തൊഴിൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി പലവിധ ട്രെയിനിങ്ങുകൾ നൽകി നമ്മുടെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്കും അവർക്ക് ഇണങ്ങിയ തൊഴിലിന് നൈപുണ്യം, അവരുടെ സംരംഭം വിജയിപ്പിക്കുന്നതിന് തരത്തിലുള്ള പരിശീലനങ്ങളുടെ തുടക്കമാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഉണ്ട്. കുടുംബശ്രീയിൽ വേറെ ഓറിയന്റേഷൻ ട്രെയിനുണ്ട്, പിന്നെ അല്ലാതുള്ള ട്രെയിനിങ്ങുകളുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ മേഖലകളിൽ നിന്നുള്ള ഈ ട്രെയിനിങ് നടത്തുന്നത്. കിട്ടും അറിയാമോ? നിങ്ങളുടെ പരമ്പരാഗത തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? 3 മാസം കണ്ടിന്യൂസ് ആയി ചെയ്യുന്നു. നിങ്ങൾ ഉറപ്പ് വരുത്തുന്ന മെറ്റീരിയൽ വാങ്ങിച്ച് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കടത്തിലേക്ക് തള്ളി വിടുന്നില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യണം. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് തരുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാതെ. നിങ്ങളെ തൊഴിലുറപ്പിൽ 100 ദിവസം തികഞ്ഞ കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നടത്തിയ ഈ പരിശീലന പരിപാടി എല്ലാവരും വിജയകരമായി പൂർത്തിയാക്കി എന്നതിൽ സന്തോഷമുണ്ട്. ഈ ലഭിച്ച പരിശീലനം ഭാവിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് മാത്രം കഴിഞ്ഞ 13 ദിവസം നമ്മൾ ഉണ്ടാക്കിയ വ്യത്യാസം. ഇനിയിപ്പോ ഈ വ്യത്യാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? അപ്പൊ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും തരാൻ ഇവിടുത്തെ പഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ഇപ്പം ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം കുടുംബശ്രീ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും. അപ്പൊ ഇന്നലെ IEOടെ ക്ലാസ് എടുക്കുന്നില്ലേ? അപ്പൊ IEO എന്ത് പറഞ്ഞു?
ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പം ഐയുടെ ഓഫീസ് ബ്ലോക്കിൽ തന്നെയാണ്. ഇപ്പൊ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഐയുടെ ഉണ്ട്, ബ്ലോക്കിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംരംഭം തുടങ്ങാനുള്ള ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കും. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടി തന്നാണ് ഒരു വർക്ക്ഷെഡ് വേണം അല്ലേ ജോലി ചെയ്യാൻ. അതിന്റെ ഒന്ന് നമ്മള് കടമാങ്കോടും പിന്നെ നിലയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കൂടുതൽ വേണം. എന്താ ഒരു 5 പേര് ചേർന്ന് ഒരു കുടുംബശ്രീ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ വലിയൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ നമുക്ക് വർഷത്തിൽ തൊഴിലുറപ്പിൽ പഠിക്കാം. ലാലി സുധാകുമാരി പ്രിയ പത്മകുമാരി ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.